ആരാ? നീ ആരാ? ചോദിച്ചത് കേട്ടില്ലേ? നീ ആരാന്ന്? ഞാൻ ഇവിടുത്തെ ജോലിക്കാരിയാ. ഓ, ഇതിനു മുൻപ് ഞാനിവിടെ വരുമ്പോ നിന്നെ കണ്ടിട്ടില്ലല്ലോ. ഞാനിപ്പോ അടുത്താ വന്നത്. പുറത്തു നിന്ന് ഒരാള് വരുമ്പോ ചൂലും കയ്യിൽ വെച്ചോണ്ടാണോ സ്വീകരിക്കുന്നേ? എവിടുന്നാ നീ ഇതൊക്കെ പഠിച്ചേ? കയറി വരുന്നവരാരാ? അവരുടെ സ്ഥാനം എന്താ? അതൊന്നും അറിയാതെ ഒരു ചൂലും കൊണ്ട് എഴുന്നള്ളിയിരിക്കുന്നു. അത് ഞാനിവിടെ തൂത്തോണ്ട് നിൽക്കായിരുന്നു. ഓ, എന്ന് പറഞ്ഞാ അത് മാറ്റി വെച്ചിട്ട് വരാൻ നിനക്ക് ബുദ്ധിമുട്ടുണ്ടെന്നല്ലേ? അയ്യോ, അങ്ങനെയൊന്നും അല്ല. എന്താടി നിനക്ക് വല്ലാത്തൊരു ഗൗരവം? വേലക്കാരിയാണെന്ന് പറഞ്ഞിട്ട് ആ ലക്ഷണമൊന്നും നിന്റെ മുഖത്തില്ലല്ലോ. നിക്ക്. എങ്ങോട്ടാ പോകുന്നേ? ഇവിടെ ഉള്ളവരെ വിളിക്കാൻ. വിളിക്കാൻ ഞാൻ പറഞ്ഞോ? നിന്നെ കണ്ടാലറിയാം നീ ഒരു അഹങ്കാരിയാണെന്ന്. വീട്ടുജോലിക്കാരിക്കേ ഇത്രയും അഹങ്കാരത്തിന്റെ ആവശ്യമില്ല, കേട്ടോടി. ജയ, എന്താ പത്മ ഇത്? ഇവളെയൊക്കെയാണോ വീട്ടുജോലിക്ക് വെക്കുന്നേ? ഒരു മനുഷ്യനോട് ഒന്ന് നന്നായിട്ട് പെരുമാറാൻ പോലും അറിഞ്ഞൂടെ ഇവൾക്ക്? പൊതുവെ ഇപ്പൊ ഇവളുമാർക്ക് അഹങ്കാരം കുറച്ച് കൂടുതലാ. ഇവിടുന്ന് ഇറങ്ങിയാലും വേറൊരു സ്ഥലത്ത് ജോലിക്ക് ചെന്ന് കേറാമെന്നുള്ള ധൈര്യം ഉണ്ടല്ലോ. അതിനെന്താ മാർഗമെന്ന് അറിയാമോ? പറഞ്ഞു വിടുമ്പോ കൈയും കാലും തല്ലി ഒടിച്ചു വിടണം. കുറച്ചു കാലം കിടന്ന കിടപ്പ് കിടക്കുമ്പോഴേ ഇവളുമാര് പഠിക്കൂ. ജയ വരൂ. എനിക്കൊരു ചായ വേണം, പറ്റുമോ? കൊണ്ടുവരാം. നീയും നിന്റെ കുടുംബക്കാരും കഴിക്കുന്ന കാടി പോലെ ആവരുത്, വൃത്തി ഉണ്ടാവണം. ചെല്ല്. വാ. പത്മ, മറ്റുള്ളവര് പരിഭ്രമിച്ച് നിൽക്കുന്ന സ്ഥലങ്ങളിൽ ചങ്കൂറ്റത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നതാണ് പത്മയിൽ ഞാൻ കണ്ടിട്ടുള്ളത്. എന്നിട്ട് എന്തു പറ്റി ഇവളുടെ മുന്നിൽ? അവൾക്കും എനിക്ക് മുന്നിൽ ഒരു തടസ്സമുണ്ട് ജയ. സൂര്യ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി കരുതി കൂട്ടി അവൻ അവളെ പ്രൊട്ടക്ട് ചെയ്യാ. അതല്ലാതെ അവര് തമ്മിൽ ശക്തമായ ബന്ധം വല്ലതുണ്ടോ? അവര് ഭാര്യയും ഭർത്താവുമായിട്ട് ശരിക്കും ജീവിച്ചു തുടങ്ങിയോ? അതൊന്നും എനിക്കറിയില്ല. എന്റെ മുമ്പിൽ വെച്ച് ഈ ഓമനിക്കലും താലോലിക്കലും ഒക്കെ ഉണ്ട്. പത്മ, വിട്ടുകൊടുത്ത അത് അപകടമാണ്. ഏതോ ഒരു ചാണകക്കുഴി കിടക്കുന്ന ഒരുത്തി അവൾക്ക് നാളെ സൂര്യയുടെ ഭാര്യ എന്ന അധികാരം കാണിക്കണമെന്ന് വന്നാ അവൾ പത്മയുടെ നേർക്ക് വന്ന് നിൽക്കും. അതുകൊണ്ട് തല്ലിക്കൊഴിക്കാനുള്ളത് ഇപ്പൊ തന്നെ തല്ലിക്കൊഴിക്കണം. അവളിതൊക്കെ ചിന്തിച്ചാലേ പ്രശ്നമുള്ളൂ. ചിന്തിക്കാതിരുന്ന ഒരു പ്രശ്നവുമില്ല. ഈ വീടിന്റെ തറ തുടച്ചിട്ട് എത്ര ദിവസമായി? ഇന്നലെ തുടച്ചതാ. എന്നിട്ടെങ്ങനെ ഈ വീട്ടിനകത്ത് ഇത്രയും അഴുക്ക്? ദേ, എന്റെ കാലാകെ നാശമായില്ലേ. പോയൊരു തുണി നനച്ചോട്ട് വാ, ചെല്ലേ. എന്താ നീ ഉദ്ദേശിക്കുന്നത്? അതൊക്കെ ഉണ്ട്, കണ്ടോ.
എന്റെ കാല് തുടച്ച് വൃത്തിയാക്ക. പറഞ്ഞത് കേട്ടില്ലേ? എന്തിനാടി നീ കിടന്ന് കരയുന്നേ? ജോലിക്ക് കൊണ്ടുവന്ന് നിർത്തിയാ അത് മാത്രം ചെയ്യുക. വേറെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാ ഇതായിരിക്കും ഫലം. എന്താടി, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്നാ പോ, എഴുന്നേറ്റ് പോടി. കണ്ടില്ലേ, ഇത്രേ ഉള്ളൂ. ഇതുപോലെ 2ഓ 3ഓ അവസരം ഉണ്ടായാ പിന്നെ അവൾ ഈ വീട്ടിലുണ്ടാവില്ല. നീയും നിന്റെ മക്കളും അറിഞ്ഞൊന്ന് വിചാരിച്ചാ മതി. ദ്രോഹിക്കാവുന്നതിന്റെ മാക്സിമം ദ്രോഹിക്കണം. ഒരു വാക്ക് പോലും മറുത്ത് മിണ്ടാൻ അനുവദിക്കരുത്. തനിക്ക് പറ്റും പത്മ.